السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ഒന്ന് രണ്ട് വചനങ്ങൾ ഇന്നത്തെ ദിനത്തിൽ ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന വചനം വിശദീകരിക്കുന്നതിന് പകരം ഇന്ന് മറ്റ് രണ്ട് വചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൂറ ഫുർഖാനിൽ സൂറ 25 73-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നു, വല്ലദീന ഇദാ ദുകിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉമ്യാന. തങ്ങളുടെ നാഥൻ്റെ വചനങ്ങൾ കൊണ്ട് ഉദ്ബോധനം ചെയ്യപ്പെട്ടാൽ അതിൽ അശ്രദ്ധയും അവഗണനയും കാണിക്കാത്തവരുമാണവർ. ഭക്തന്മാരായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ ഗുണങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു വചനത്തിൽ തങ്ങളുടെ നാഥൻ്റെ വചനങ്ങൾ കൊണ്ട് ഉദ്ബോധനം ചെയ്യപ്പെട്ടാൽ അതിൽ അശ്രദ്ധയും അവഗണനയും കാണിക്കാത്തവരുമാണവർ. നമ്മുടെ ജീവിതം മുഴുവൻ വിശുദ്ധ ഖുർആൻ്റെയും വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നേർചിത്രമായിരിക്കണം. നമ്മുടെ ദിനരാത്രങ്ങളിൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കാണിച്ചു തന്ന ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, അത്തരത്തിലുള്ള ഇതിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, കണക്കിലെടുക്കുന്ന ആളുകൾ തങ്ങളുടെ നാഥൻ്റെ വചനങ്ങൾ കൊണ്ട് ഉദ്ബോധനം ചെയ്യപ്പെട്ടാൽ അതിൽ അശ്രദ്ധയും അവഗണനയും കാണിക്കാത്തവരുമാണ്. എത്ര ഉപദേശങ്ങളാണ് അതിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇഹലോകത്ത് മഹോന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിന്, അതിലൂടെ നിങ്ങൾ പാരിത്രിക ലോകത്ത് മഹോന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന എത്ര വഴികളാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുതെന്ന് പറയുന്നു? ലം യഖിറൂ അലൈഹ സുമ്മൻ വഉമ്യാന. നിങ്ങൾ അതിൽ അശ്രദ്ധയും അവഗണനയും കാണിക്കരുത്. പ്രഭാതത്തിൽ ഏറ്റവും മഹത്വപൂർണമായ സമയം, രാവിൻ്റെ അവസാനയാമം, അതിലെഴുന്നേൽക്കുവാൻ, അതിൽ പ്രാർത്ഥിക്കുവാൻ, അതിലാരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ ഞാൻ അവർക്കത് നൽകുന്നതാണ് എന്ന് പഠിപ്പിച്ച ഈ വചനങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ട് എത്ര ആളുകളാണ് അവരുടെ വീടുകളിൽ അശ്രദ്ധരായി കിടന്നുറങ്ങുന്നത്. തങ്ങളെയും തങ്ങളുടെ മക്കളെയും ഉണർത്തി അവർക്ക് സൗഭാഗ്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന ഈ സമയത്ത് ഉറങ്ങുന്ന, ദൗർഭാഗ്യവാന്മാരായ ആളുകളുടെ ഭവനങ്ങളെ
അവർ വളരെ വലിയ ദൗർഭാഗ്യവാന്മാർ തന്നെയാണ്. അള്ളാഹുവിൻ്റെ വചനം കൊണ്ട് അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവരതിൽ അശ്രദ്ധയും അവഗണിക്കാനും കാണിക്കാത്തവരാണവർ. ആ സമയത്ത് എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചുള്ള അറിവുകൾ നേടുന്നതിന്, ഇത് മുഴുവൻ അറിവാണ്, ഈ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ അറിവിൻ്റെ പ്രകടനമാണ്. ആ അറിവിൻ്റെ പ്രകടനത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആ അറിവ് കരസ്ഥമാക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തൊന്നും ഉറങ്ങാൻ വെക്കുകയല്ല, നമ്മൾ താനെ എഴുന്നേൽക്കും. അത്തരത്തിലുള്ള സാത്വികരായ മാതാപിതാക്കളായിരിക്കണം നിങ്ങൾ എന്ന് തുടർന്ന് പറയുന്നു. വല്ലദീന യഖൂലൂന, അവർ ഒരു വിഭാഗം ആളുകളാണ്, അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്, ഇങ്ങനെ പറയുന്നവരാണ്. റബ്ബന, ഞങ്ങളുടെ നാഥ, ഹബ്ലന, നീ ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്. ഏറ്റവും വലിയ സമ്പത്ത് ഭൂമുഖത്ത് എന്താണ്? ഭാര്യയും ഭർത്താവും മക്കളുമാണ്. ആ ഏറ്റവും വലിയ സമ്പത്തിനു വേണ്ടി സത്യഭക്തന്മാരായ ആളുകൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലന, ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകണമേ. നിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഭാര്യാഭർത്തൃ മക്കൾ എന്ന് പറയുന്നത്. അങ്ങനെ നീ നൽകണമേ മിൻ അസ്വാജ്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്. ഭാര്യ ഭർത്താവിനായാലും ഭർത്താവ് ഭാര്യയ്ക്കായാലും ഞങ്ങൾക്ക് നീ നൽകണമേ, ഔദാര്യമായി നൽകണമേ. വദുരിയാത്തിന, ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഔദാര്യപൂർവ്വം നൽകണമേ. ഖുർറത്തഅ്യുനിൻ, കണ്ണിന് കുളിർമയുണ്ടാകുന്നു. ഭർത്താവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഭാര്യയ്ക്ക് കണ്ണിന് കുളിർമയുണ്ടാകണം. ഭാര്യ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഭർത്താവിന് കണ്ണിന് കുളിർമയുണ്ടാകണം. സന്താനങ്ങൾക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ മാതാപിതാക്കൾക്ക് കണ്ണിന് കുളിർമയുണ്ടാവണം. ഇതൊക്കെ കണ്ണിന് കുളിർമയുണ്ടാകണമെങ്കിൽ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ, രാപ്പകലുകളെ, 24 മണിക്കൂറുകളെ നിങ്ങൾ സജ്ജീകരിക്കണം, ക്രമീകരിക്കണം. എന്നിട്ട് അതനുസരിച്ചുള്ള ജീവിതം നയിച്ചു നോക്കണം. അപ്പോൾ ഖുർറത്തഅ്യുനിൻ വജഅൽനാലിൽ മുത്തഖീന ഇമാമ, സദ്വൃത്തരായ ആളുകൾക്ക് നീ ഞങ്ങൾക്ക് മാതൃകയായിരിക്കണേ. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രഭാതത്തിൽ ഉണരുകയും ഈ നിലയിൽ പ്രാർത്ഥിക്കുകയും എന്നിട്ട് ഞങ്ങളുടെ കുടുംബമാണല്ലോ ഈ പറഞ്ഞത് മുഴുവൻ, ഭാര്യയും ഭർത്താവും മക്കളും, ഞങ്ങൾക്ക് കണ്ണിന് കുളിർമയുണ്ടാവുന്നവർ, ഒന്നിനൊന്നിന് പൂരകങ്ങളായി തീരുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ഭക്തന്മാരായി കഴിയുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യവും സന്തോഷവും എപ്പോഴും ആനന്ദവും കുടികൊള്ളുന്ന ഒരു ഭവനമായിട്ട് അവിടെ മാറുന്നതാണ്. ഈ ഭാര്യമാരെ, സന്താനങ്ങൾ കണ്ണിന് കുളിർമ നീ നൽകണമേ, ഭക്തന്മാർക്ക് മാതൃകയാകുകയും ചെയ്യണമേ. അപ്പോൾ നല്ലവരായ ആളുകൾക്ക് മാതൃകയായിരിക്കണം നിങ്ങൾ. കെട്ടവർക്ക് നിങ്ങൾക്ക് എങ്ങനെ മാതൃകയാകാൻ പറ്റും? നല്ലവരായ ആളുകൾക്ക് നല്ലവരായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്കുള്ള മാതൃകയായിരിക്കണം നിങ്ങൾ. അങ്ങനെയുള്ള ഒരു മാതൃകാ കുടുംബം സൃഷ്ടിക്കുവാനാണ് വിശുദ്ധ ഖുർആൻ ഈ വചനങ്ങളിലൂടെ പറയുന്നത്. ഇപ്രകാരമുള്ള ഭാര്യാഭർത്തൃ സന്താനങ്ങൾ അടങ്ങുന്ന കുടുംബങ്ങൾ കൊണ്ട് ഈ ലോകം നിറയുകയാണെങ്കിൽ കംപ്ലീറ്റ് സമാധാനമായിരിക്കും, പരിപൂർണമായ ശാന്തിയും സമാധാനവുമായിരിക്കും. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികം, ഇത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് തോന്നാം. പക്ഷേ ഇത് പ്രാവർത്തികമാക്കുന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്. ഈ 24 മണിക്കൂറും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയമായ നിലയിലുള്ള അശ്രദ്ധരായിരിക്കാൻ പറ്റില്ല അവർക്ക്. അവർ കർമ്മനിരതരായിരിക്കും. അവരുടെ നിദ്ര പോലും, ഉറക്കം പോലും അള്ളാഹുവിനോടുള്ള ഇബാദത്തിലായിരിക്കും. അവർ നിദ്രയിലേക്ക് പോകുന്നതും പ്രാർത്ഥനയോടെ. അവർക്ക് അള്ളാഹു ഉറക്കം നൽകി കഴിയുമ്പോൾ ഉണരുന്നത് വരെയും അവർ പ്രാർത്ഥനയിലായിരിക്കും. ചുരുക്കത്തിൽ അവരുടെ ലൈഫ് മുഴുവൻ അള്ളാഹുവുമായിട്ട്. അങ്ങനെ സർവശക്തനായ ഒരു അള്ളാഹു, ഒരു രക്ഷകർത്താവ്, ഒരു സൃഷ്ടാവ് നിങ്ങൾക്കുണ്ട്. ആ സൃഷ്ടാവിൻ്റെ അഭയത്തിലാണ് നിങ്ങളിവിടെ കഴിയുന്നത് എന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും, കാരണം അതിനേക്കാൾ വലിയ ഒരു ശക്തിമാൻ ഈ പ്രപഞ്ചത്തിലില്ല, കഴിവുറ്റവനല്ല. അവൻ്റെ ദാസനായി തീരുക എന്ന് പറയുമ്പോൾ ആ കഴിവുറ്റവൻ്റെ ദാസനായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോൾ നമ്മളെ സമുന്നതമായ സ്ഥാനത്തേക്ക്. അതുകൊണ്ട് തിന്നും കുടിച്ചും അശ്രദ്ധമായും ഈ ഭൂമിയിൽ ദിനരാത്രങ്ങൾ ചിലവഴിക്കരുത്. നിങ്ങൾ തിന്നും കുടിച്ചും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരിക്കണം. എപ്പോഴാണ് നമ്മളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവപൂർവ്വം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുൻ ഫി ദുനിയാ ഗരീബൻ. നിങ്ങൾ ഈ ലോക ജീവിതത്തെ കാണേണ്ടത് ഒരു വഴിയാത്ര, ഒരു വിദേശിയെ പോലെയാണ്. ഒരു വിദേശി എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വദേശത്തേക്ക് പോകണമെന്നാണ്. അതാ കുൻ ഫി ദുനിയാ ഗരീബൻ. നിങ്ങൾ ഈ ലോകത്ത് ഒരു വിദേശിയെ പോലെ ആയിരിക്കണം, ഒരു യാത്രക്കാരനെ പോലെ. അവന് ഒരു തുടക്കമുള്ള ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തേക്കാണ് അവൻ മടങ്ങിപ്പോകേണ്ടത്. പിന്നെ കാഴ്ച കാണാൻ വേണ്ടി ടൂറിന് ഇറങ്ങിയതാണ്, തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഒരു വിദേശി, സ്വദേശത്തേക്ക് മടങ്ങണം. നമ്മൾ വന്നത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ്, നമ്മൾ മടങ്ങിപ്പോകുന്നതും അങ്ങോട്ട് തന്നെയാണ്. ഈ യാത്ര, ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി കുറച്ച് ദിനരാത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു എന്ന് മാത്രം. അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് ശാന്തിയും സമാധാനവും കൈവരുത്തുന്നതിലൂടെ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൈവരുത്തുവാൻ കഴിയുള്ളൂ. ഈ പരിപാവനമായ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഭൂമുഖത്തെ ഏറ്റവും ശ്രേഷ്ഠരായിരിക്കും. അതുപോലെ നാളെ പാരിത്രിക ലോകത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അവൻ്റെ ജന്നാത്തുകളിൽ നമ്മെ പ്രവേശിപ്പിച്ച് സന്തോഷിപ്പിക്കുന്നതാണ്. അതിനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി അവരവരുടെ കടമകൾ നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ. ആ കടമകൾ നിർവഹിക്കുന്നതിലാണ് വിജയം കുടികൊള്ളുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി തിരുത്തേണ്ടതെല്ലാം തിരുത്തണം, എന്നിട്ട് നേർവഴിയിലൂടെ അവൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിലൂടെ ഭർത്താവും ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബങ്ങൾ ഓരോന്നും സുസജ്ജമാവട്ടെ, അതിനുവേണ്ടി തയ്യാറാകട്ടെ, അതിനുവേണ്ടി നിലകൊള്ളട്ടെ. അതിനുള്ള സൗഭാഗ്യം അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുള്ള ആയുസ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.